ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാമ്പാറാണ് തയ്യാറാക്കുന്നത്. സാമ്പാർ പൊടി ചേർക്കാതെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്. ചുവന്ന പരിപ്പാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സാമ്പാർ പരിപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഒരു കപ്പ് പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇത് പെട്ടെന്ന് വേകുന്ന പരിപ്പായതുകൊണ്ട് ഒരു വിസിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഓഫാക്കാം കേട്ടോ, അല്ലെങ്കിൽ വെന്തിങ്ങനെ കലങ്ങിപ്പോകും. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഞാനിത് ഓഫാക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള കഷ്ണത്തിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും കറിവേപ്പിലൊന്നും വഴറ്റണ്ട, മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം ചെറിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 10ഓളം വരുന്ന ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണ്. നിങ്ങളുടെ ചെറിയ നല്ല ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 15 എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇവിടെ കഴുകി കട്ടാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരുപാട് സാമ്പാറിൻ്റെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് കഷ്ണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കാം. അപ്പം നമ്മളിതിലേക്ക് സാമ്പാർ പൊടിയൊന്നും യൂസ് ആക്കുന്നില്ല. നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. ഇത് ചോറിൻ്റെ ഒപ്പം ഇഡ്ഡലി ദോശയുടെ ഒപ്പം ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാനിവിടെ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ കട്ടയാണ് കേട്ടോ. പൊടി ഉണ്ടെങ്കിൽ പിന്നീട് പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കായം ഒന്ന് ഇതുപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കറക്കിയെടുത്ത പരിപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. 1 ടേബിൾ സ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ചേരുവ ചേർക്കുന്നത് മുതിരയാണ് കേട്ടോ. മുതിര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുതിര കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കറക്റ്റ് ഒരു കുറുകൽ കിട്ടും. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് മുതിര ചേർത്താൽ. നിങ്ങളിങ്ങനെ ചേർത്ത് നോക്കൂട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുതിര 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതെല്ലാം പാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. കരിഞ്ഞു പോകരുത്. കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ട് കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. സാമ്പാറിനൊന്നും ഒരുപാട് മുളക് പൊടി കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ വരുന്ന മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഈ ചട്ടിയിൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടിൽ തന്നെ ഈ പൊടികളൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കുക്കറിൽ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും ഉള്ളിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു ഉരുളൻകിഴങ്ങ്, വലിയൊരു ഉരുളൻകിഴങ്ങ്, ഒരു 2 മുരിങ്ങക്കോലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ള കഷ്ണങ്ങൾ. വേറെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 2 തക്കാളി കൂടി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ കട്ടാക്കി ഇട്ട് കൊടുക്കാം. കനം കുറച്ചൊന്നും കട്ടാക്കണ്ട, അത്യാവശ്യം കട്ടിയിൽ നീളത്തിലൊന്ന് കട്ടാക്കിയാൽ മതി കേട്ടോ. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം കൂടി ചേർത്ത് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല. ഇനി ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുക്കർ അടച്ചിട്ടൊന്നുമല്ല, തുറന്ന് വെച്ചിട്ടാണെന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ആ മിക്സിയിൽ നിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമാണ് കേട്ടോ. പുളിവെള്ളമൊക്കെ നമ്മൾ ചേർക്കാനുണ്ട്. അരവ് ചേർത്തിട്ടാണ് നമ്മൾ പുളിവെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു അടിപൊളി വറവ് തയ്യാറാക്കി എടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു അല്പം കൂടുതൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ. കുറച്ച് ഉലുവ ചേർത്ത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ വറവിനൊരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ട് അതുകൂടെ ചേർത്തിട്ട് നമ്മൾ സാമ്പാർ വറവ് ചേർത്താൽ തേങ്ങയായിട്ടോ ചേർക്കുന്നത്.
ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുകിയ തേങ്ങ. അതുകൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കറിവേപ്പിലൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ സാമ്പാർ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. വ്യൂസൊക്കെ ഒരുപാട് കുറവാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂലേ, ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും